أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لم ينزل به سلطانا وما ليس لهم به علم وما للظالمين من نصير. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسقون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1093 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 71, 72 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لم ينزل به سلطانا وما ليس لهم به علم وما للظالمين من نصير. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. സൂറത്തുൽ ഹജ്ജിലെ 71, 72 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുഖ്യമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിച്ചുകൊണ്ടിരുന്ന മക്കയിലെ ആ പ്രബോധിത സമൂഹത്തിന്റെ നിലപാടുകളെയാണ്. അവരിലേറിയ പേരും ബഹുദൈവാരാധകരായി നിലകൊള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുക്തിഭദ്രമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ പൂർണ്ണമായിട്ടും സ്വീകാര്യമാവുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അതിന് വേണ്ട പരിഗണന കൊടുക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ യാതൊരു അടിത്തറയും ഇല്ലാത്ത, ബുദ്ധിയുടെയോ യുക്തിയുടെയോ പിൻബലമില്ലാത്ത, എന്നാൽ പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങി എന്ന വിധത്തിൽ അവർ കൊണ്ടു നടക്കുന്ന ചില രീതികളും ആശയങ്ങളുമാണ് അവർ പിൻപറ്റി വരുന്നത്. അവരോട് അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് കേൾപ്പിക്കപ്പെടുമ്പോൾ അവരെടുക്കുന്ന നിലപാട് യാതൊരു ചിന്തയും അന്വേഷണവും ഇല്ലാത്ത ഒരു നിലപാടാണ്. അവരുടെ മുഖത്ത്
അതിനോടുള്ള വെറുപ്പും എതിർപ്പും ഒക്കെ തന്നെ പ്രകടമാവുകയും ചെയ്യുന്നു. അവരിപ്പോ ആ നിലക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ നിലപാട് എത്ര ബുദ്ധിശൂന്യമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള രണ്ടായത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആയത്തുകൾ സൂക്ഷ്മമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് പകരം അവര് ഇബാദത്ത് ചെയ്യുന്നു. മാലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു ഒരു പിൻബലവും ഇറക്കിയിട്ടില്ലാത്ത പല സംഗതികളെയും, ദൈവികമായി അവതീർണമായ പല കാലങ്ങളിലായിട്ട് മനുഷ്യരിലേക്ക് എത്തിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒന്നിലും തന്നെ അള്ളാഹു ഇവരിപ്പോ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവായ അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായി അവര് ആരാധിക്കേണ്ടതാണ് എന്ന വിധത്തില് പറയുന്ന യാതൊരു പ്രമാണ സാക്ഷ്യവും അവർക്ക് കാണിക്കാൻ കഴിയില്ല. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമായാലും ശേഷം ഈസ അലൈഹി ഇസ്ലാമിന് നൽകിയ വെളിപ്പാടുകളിലായാലും അതിന്റെയൊക്കെ മുമ്പ് ചരിത്രത്തിന്റെ പിന്നിട്ട പല ഘട്ടങ്ങളിലും വ്യത്യസ്ത പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്ന വേദ വെളിപ്പാടുകളിൽ ഒന്നും തന്നെയും, ഇനി അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഇവിടെ ഒന്നും തന്നെ ഇവര് ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്ന ഈ സംഗതികൾക്ക് അള്ളാഹുവിന് പുറമെ ഇടം കൊടുക്കണം, അവരെ കൂടി നിങ്ങൾ ആരാധിക്കണം, അവർക്ക് കൂടി നിങ്ങൾ വിധേയപ്പെടണം എന്ന് പറയുന്ന വിധത്തിലുള്ള യാതൊന്നും കാണാൻ സാധ്യമല്ല. ഒരു വേദഗ്രന്ഥത്തിലും ദൈവിക വെളിപ്പാടായിട്ട് അറിയപ്പെടുന്ന ഒരു സംഗതിയിലും അങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള സംഗതികളെയാണ് ഇവര് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വമാ ലൈസ ലഹും ബിഹി ഇൽമു, അക്കാര്യത്തിൽ ഇവർക്ക് സ്വന്തമായിട്ട് വല്ല അറിവുണ്ടോ? വേദവെളിപ്പാടില്ല എന്ന് വെക്കുക, അത് തൽക്കാലം നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ തന്നെ സ്വന്തം നിലക്ക് ഇവർക്ക് അതിന് ഉപോത്ബലകമായിട്ടുള്ള വല്ലതും ഇവരുടെ കയ്യിലുണ്ടോ? അതുമില്ല. സ്വന്തമായിട്ട് അവർക്ക് ഇക്കാര്യത്തില് അവരിപ്പോ ആരാധിക്കുന്ന ലാത്തയും മുഴ്ചയും മനാത്തയും പോലെയുള്ളതൊക്കെ വല്ല ദിവ്യത്വവും ഉള്ളതാണ്, അവ അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പമോ അള്ളാഹുവിന് പകരമോ ഒക്കെ ആയിട്ട് ആരാധിക്കപ്പെടാവുന്നതാണ് എന്ന വിധത്തില് അവരെ ബോധ്യപ്പെടുത്തുന്ന യാതൊരു ജ്ഞാനവും അവരുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന്റെ സ്രോതസ് ദൈവിക വെളിപ്പാട് മാത്രമാണ്. ദൈവികമായി പകർന്നു നൽകപ്പെടുന്നതല്ലാത്തതായ ജ്ഞാനമേ ഇല്ല യഥാർത്ഥത്തിൽ. അള്ളാഹുവിന് മനുഷ്യന് സംവേദനം ചെയ്യുന്ന പല വഴികളും ഉണ്ട്. അതിലൊന്നാണ് വെളിപ്പാട്, ദൈവിക വെളിപ്പാട്, പ്രവാചകന്മാർ മുഖേന നൽകപ്പെടുന്ന വെളിപ്പാട്. മനുഷ്യ മനസ്സിലേക്ക് അള്ളാഹു നൽകുന്ന ആശയങ്ങള്, തോന്നലുകള്, അല്ലെങ്കിൽ ചില അവന്റെ ബോധമണ്ഡലത്തിലേക്ക് രൂപപ്പെട്ടു വരുന്ന ചില തിരിച്ചറിവുകൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദൈവിക വെളിപ്പാടുകളുടെ അല്ലെങ്കിൽ ദൈവികമായ മാർഗദർശനത്തിന്റെ സംവേദനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ടു വിധത്തിലാണെങ്കിലും സമാവിയായ വിധത്തിൽ അള്ളാഹു പ്രവാചകന്മാര് മുഖേന അവതരിപ്പിച്ചിട്ടുള്ള ജ്ഞാനസ്രോതസ്സുകളിലായാലും അതല്ലാത്ത രീതിയിൽ മനുഷ്യന് സ്വന്തം നിലക്ക് ആർജിക്കാവുന്ന ജ്ഞാനത്തിന്റെ രീതികളുണ്ട്. അതും ദൈവികം തന്നെയാണ്. ദൈവികമായ രീതിയിലാണ് മനുഷ്യനെ കിട്ടുന്നത്. അള്ളാഹു തടഞ്ഞു വെച്ചാൽ ഒരാൾക്കും അത് ആർജിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള വഴികളിലും അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ജ്ഞാനം ലഭിച്ചിട്ടില്ല. അവർക്കതിന് ബുദ്ധിപരമായി യുക്തിപരമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പിൻബലവും അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഗതിക്ക് കാണാൻ സാധ്യമല്ല. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, ഇപ്പോ അവര് അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്
അള്ളാഹു ഒരു പിൻബലവും ഒരു തെളിവും ഒരു ആ, പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ചിലതിനെയാണ് വമാ ലൈസ ലഹും ബിഹി ഇൽമ്. അതുപോലെ അവർക്ക് സ്വന്തം നിലക്ക് തന്നെയും അറിവ് നേടിയിട്ടുള്ള ഒരു കാര്യവുമല്ല. അവർക്കും അതേക്കുറിച്ച് ധാരണയൊന്നുമില്ല. അവര് ഏതെങ്കിലും നിലക്ക് ജ്ഞാനം ആർജിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാനോ ചെയ്യാനോ കഴിയുന്ന കാര്യവുമല്ല. വമാലിദ്ദാലിമീന മിൻ നസീർ. അതിനെ തുടർന്ന് ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന ആളുകളുടെ പരിണിതിയെ കുറിച്ചാണ് അള്ളാഹു വളരെ സംക്ഷിപ്തമായിട്ട് 2-3 വാക്കുകളിലായിട്ട് പറഞ്ഞ് ചുരുക്കി പറയുന്നത്. വമാലിദ്ദാലിമീന, ഈ അധർമ്മികൾ, ഈ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നവർ, അള്ളാഹുവിനോടും പ്രപഞ്ച സംവിധാനങ്ങളോടും ഒക്കെ തന്നെ അക്രമം ചെയ്യുന്ന ഈ അധർമ്മികൾ, ലാലിമുകൾ, അവർക്ക് സഹായികളെ ഇല്ല. ഒരു സഹായിയും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാവില്ല. ഈ ആളുകള് ധരിക്കുന്നത് അവരുടെ ഈ ആരാധ്യന്മാര് അവർക്ക് സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവരുടെ സഹായത്തിനായിട്ട് ഓടിയെത്തും എന്നാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് അവര് ഇവരുടെ ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്ക് വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ. എന്നാൽ ഒരു ഘട്ടത്തിലും അവർ ഈ ആരാധിക്കുന്നവർ ഇവരുടെ സഹായത്തിനായിട്ട് പാഞ്ഞെത്തുന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. അത് ദുനിയാവിലും ഉണ്ടാവുകയില്ല, ആഖിറത്തിലും ഉണ്ടാവുകയില്ല. വമാലിദ്ദാലിമീന മിൻ നസീർ. ഒരു നസീറിനെയും ഒരു സഹായിയെയും ഈ അധർമ്മകാരികൾക്ക്, ഈ അക്രമകാരികൾക്ക് ലഭിക്കുകയില്ല. അവരാരാധിക്കുന്ന അവരുടെ ഈ ആരാധ്യന്മാര് അവരുടെ സഹായത്തിന് എത്തുകയുമില്ല. വൈദാ തുത്ല അലൈഹിം ആയാതുന. ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് എന്നതാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങള് അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ, നമ്മുടെ സൂക്തങ്ങള്, നമ്മുടെ ആയാത്തുകള് അവരെ കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ, അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ ആയാത്തുകൾ ബയ്യിനാത്താണ്, കാര്യങ്ങളിൽ വ്യക്തത പകർന്നു തരുന്ന ആയാത്തുകളാണ്. അങ്ങനെയുള്ള ആയാത്തുകൾ അവരെ കേൾപ്പിച്ചാൽ താരിഫു ഫീ വുജൂഹിൽ ലദീന കഫറു, ഈ നിഷേധികളുടെ മുഖത്ത് നിനക്ക് കാണാൻ കഴിയും, നിനക്ക് മനസ്സിലാക്കാൻ കഴിയും, നിനക്ക് ബോധ്യപ്പെടും അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു ലക്ഷണം. എന്താണത്? താരിഫു ഫീ വുജൂഹിൽ ലദീന കഫറു അൽ മുൻകറ. മുൻകർ അവരുടെ മുഖത്ത് പ്രകടമായിട്ടുണ്ടാവും. അള്ളാഹു അതാണ് ഇവരുടെ പ്രതികരണമായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നു. താരിഫു ഫീ വുജൂഹിൽ ലദീന കഫറു അൽ മുൻകർ. അവരുടെ മുഖത്ത്, മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു തലത്തില് വെറുപ്പ്, അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയോടുള്ള സ്വീകരിക്കാൻ സന്നദ്ധതയില്ലായ്മയുടെ കാരണമായുള്ള ഒരു വെറുപ്പും ഒരു അസ്വീകാര്യതയുടെ ഒരു പ്രകടമായ ലക്ഷണവും അവരുടെ മുഖത്ത് കാണാം. മറ്റൊന്ന് അവരുടെ നിഷേധമാണ്. ശരിക്ക് അപരിചിതത്വം എന്നാണ് ഈ വാക്കിന്റെ റൂട്ട് മീനിങ്. നക്കിറ എന്ന് പറഞ്ഞാൽ അപരിചിതമായി, എനിക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ ഒന്നും പറ്റാത്ത ഏതോ സംതിങ് വെരി സ്ട്രേഞ്ച് എന്നുള്ള കണക്കാണ് അവര് അതിനോട് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുക. മാരിഫ എന്നതാണ് അതിന്റെ വിപരീത പദമായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. മാരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്, ഇവന് നമുക്ക് വേണ്ടപ്പെട്ട ആള്, നമ്മുടെ സ്വന്തം ആള് തന്നെയാണല്ലോ എന്നുള്ള നിലക്കുള്ള ഒരു തിരിച്ചറിയലും ഒരു അംഗീകരിക്കലുമാണ് മാരിഫയുടെ റൂട്ട് മീനിങ്. അതിനെ ഒരു പരിചയവും കാണിക്കാത്ത ഒരു നിലപാടെടുക്കുന്ന സംഗതിയാണ് നക്കിറ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, കേട്ടുകേൾവിയില്ലാത്ത, ഞങ്ങൾക്ക് സ്വീകാര്യതയില്ലാത്ത ഒരു സംഗതിയാണല്ലോ എന്നൊരു നിലപാട്. അവരുടെ മുഖത്ത് അതിന്റെ നിഷേധത്തിന്റെ, അത് ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലായ്മയുടെ ഒരു ഭാവം അവരുടെ മുഖത്ത് പ്രകടമാകുന്നത് നിനക്ക് കാണാൻ പറ്റും. അപ്പൊ വൈദാ തുത്ല അലൈഹിം ആയാത്തുന ബയ്യിനാത്ത്, നമ്മുടെ ബയ്യിനാത്തായ സൂക്തങ്ങൾ അവര് കേൾപ്പിക്കപ്പെട്ടാൽ, അവർക്ക് പാരായണം കേൾപ്പിക്കപ്പെട്ടാൽ
എന്താണ് അവരുടെ പ്രതികരണം? തഅരിഫു ഫീ വുജൂഹിൽ ലദീന കഫറുൽ മുൻകർ. അവരുടെ മുഖത്ത് മുൻകർ പ്രകടമാകും, നിഷേധം, ആ പറഞ്ഞ് കേൾപ്പിക്കപ്പെടുന്ന സംഗതികളോടുള്ള ഒരു വെറുപ്പ്, ഒരു അപരിചിതത്വം. ഓ ഇതൊന്നും, ഇതെന്താണിത്, ഞങ്ങൾക്ക് അത് ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന സംഗതിയല്ല എന്നുള്ള ഒരു നിലപാട് അവരുടെ മുഖത്ത് പ്രകടമാകും. അത് നിനക്ക് അറിയാൻ കഴിയും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. താരിഫു എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ്. ഇതിന്നാണ് മാരിഫ എന്ന് നേരത്തെ ഞാൻ ഉപയോഗിച്ച വാക്ക്, നക്കിറ മാരിഫ. ഈ രണ്ടു വാക്കുകളിലെ മാരിഫക്ക് വരുന്നത് ഈ അറഫ എന്ന വാക്കിൽ നിന്നാണ്. താരിഫു ഒക്കെ അതിന്റെ വേറെ രൂപമാണ്. അപ്പം തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളാനാവുക എന്നൊക്കെയാണ് അർത്ഥം. അവരുടെ മുഖത്ത് പ്രകടമാവുന്ന ആ നിഷേധം നിനക്ക് തിരിച്ചറിയാൻ പറ്റും. അള്ളാഹ് അവതരിപ്പിക്കുന്നത് ബയ്യിനാത്തായ ആയാത്തുകളാണ്. മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയില് ഒരു നിലക്കും മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ആയാത്തും ബയ്യിനാത്ത് എന്ന് പറയുന്ന കാര്യം. അതില് സ്വാഭാവിക യുക്തിയിൽ എന്തെങ്കിലും താല്പര്യങ്ങളോ അല്ലെങ്കിൽ വികലമായ ചിന്തകളോ അല്ലെങ്കിൽ തെറ്റായ അടിസ്ഥാനരഹിതമായ ആശയങ്ങളോ ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായ യുക്തിയിൽ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അള്ളാഹുവിന്റെ ആയാത്തുകൾ. അത് ബയ്യിനാത്താണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. എന്തെങ്കിലും വിഷം കലർത്തപ്പെട്ട ഒരവസ്ഥയല്ല മനസ്സിനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആയാത്തുകൾ, ബയ്യിനാത്തായ ആയാത്തുകൾ ഒരാളുടെ മനസ്സിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും. അതിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതിനോടൊരു തിരിച്ചറിവിന്റെ, ഒരു പരിചയം കാണിക്കലിന്റെ ഒരു നിലപാടാണ് അത്തരം ആളുകൾ കാണിക്കുക. എന്നാൽ ഈ നിഷേധികൾ ഓൾറെഡി അവരുടെ ഹൃദയങ്ങളിൽ നിഷേധം പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്യപ്പെട്ട നിഷേധം ഹൃദയങ്ങളിലുള്ള ആളുകൾ അതിനോടൊരു നക്കിറ നിലപാടാണ് എടുക്കുക. അവര് അതിനെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ എന്ന ഒരു നിലപാട്, ഒരു മുൻകർ, ഒരു ഒരു നിഷേധം, ഒരു തള്ളിക്കളയലിന്റെ ഒരു ഭാവം അവരുടെ മുഖത്ത് പ്രകടമാകും. അത് നിനക്ക് തിരിച്ചറിയാനും പറ്റും. ഇതാണ് അള്ളാഹുടെ പറയുന്നത്. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന. അവർക്ക് നമ്മുടെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുന്നവരുടെ മേൽ അവര് ചാടി വീണ് കളയുമോ, അവരെ ആക്രമിച്ചു കളയുമോ എന്ന് പോലും തോന്നിപ്പോകും. അവരുടെ മുഖത്തെ ആ ക്രോധവും എതിർപ്പും നിരാസവും നിഷേധവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്, അവനിപ്പോ ഈ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുന്നത് ആരാണ്? അള്ളാന്റെ റസൂലാണ്, അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെയുള്ള ആളുകളാണ്. അവരിത് കേൾപ്പിക്കുമ്പോ ആ കേൾപ്പിക്കുന്ന ആളുടെ മേൽ ക്രോധത്തോടു കൂടി ചാടി വീണ് ആക്രമിച്ചു കളയും എന്ന് പോലും നിനക്ക് തോന്നിപ്പോകും. യകാദൂന യസ്തൂന, യകാദൂന യസ്തൂന എന്ന് പറഞ്ഞാൽ അവര് ആക്രമിക്കാൻ മുതിരുന്ന പോലെ അനുഭവപ്പെടും. അവര് ആക്രമിച്ചേക്കുമെന്ന് തോന്നിപ്പോകും. ഇല്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന. നമ്മുടെ ആയാത്തുകള് അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവന്റെ നേരെ, അങ്ങനെ ചെയ്യുന്നവന്റെ നേരെ അക്രമ സ്വഭാവം കാണിച്ചുകൊണ്ട് ചാടി വീണ് കളയും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ മുഖഭാവം ഉള്ളത്. അപ്പോ അള്ളാഹു എന്നിട്ട് അവരോട് പറയണം, ഖുൽ, പ്രവാചകരെ അവരെ കേൾപ്പിക്കുക, അവരോട് പറയുക എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി വലിയ ക്രോധത്തിലാണ്. മുഖത്ത് തന്നെ പ്രകടമാണ് അവരുടെ വെറുപ്പ്, അവരുടെ നിഷേധഭാവം. അപ്പോ അള്ളാഹ് ഒരു ലേശം കൂടി അവരിലേക്ക് ഇന്ധനം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, അഫഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും. നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ നിങ്ങളെ ക്രോധമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് നബിയോട് പറയാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടല്ലോ, മുഖത്ത് ക്രോധവും വിരോധവും ശത്രുതയും നിഷേധഭാവവും ഒക്കെ പ്രകടമാണല്ലോ. നിങ്ങൾക്ക് ശരിക്കും കോപം വരുത്തുന്ന, നിങ്ങളെ ശരിക്കും പ്രകോപിതരാക്കുന്ന ഒരു കാര്യം, ഇതിനേക്കാളൊക്കെ നിങ്ങളെ വിറളി പിടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണത്? അന്നാർ, അതാണ് നരകം. നിങ്ങൾക്കിപ്പോ
നിങ്ങൾക്ക് അപ്രീതി ഉണ്ടാക്കുന്ന ആശയങ്ങൾ കേൾപ്പിക്കപ്പെട്ടപ്പോൾ ക്രോധം വരുന്നുണ്ടല്ലേ? മുഖത്തത് പ്രകടമാവുന്നുണ്ടല്ലേ? നിങ്ങൾ നിഷേധത്തിന്റെ ഒരു ആവരണം മുഖത്ത് ഒട്ടിച്ചു വെച്ച പോലെ ആകുന്നുണ്ടല്ലേ? എന്നാ കേട്ടോളൂ, നിങ്ങൾക്ക് ഇതിന്റെ എത്രയോ ഇരട്ടി നിങ്ങളിൽ ക്രോധമുണ്ടാക്കുന്ന, നിങ്ങളെ വിറളി പിടിപ്പിക്കുന്ന, നിങ്ങളെ പ്രകോപിതരാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതെന്താണ്? നരകം തന്നെ. നിങ്ങൾ ആ നരകത്തിലേക്ക് അള്ളാഹു എടുത്തെറിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുക? ഇതിന്റെ 10 മടങ്ങ് നിങ്ങൾ ക്രോധം കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കും. അന്നാർ, അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അന്നാർ വഅദഹല്ലാഹുല്ലദീന കഫറു, നിഷേധികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ്. ഇപ്പോ ഈ ആയാത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലേ? മുഖത്ത് അത് വല്ലാതെ പ്രകടമാകുന്നുണ്ട്. ശരി, എന്നാൽ പ്രവാചകരെ അവരോട് പറയും, ഇതിനേക്കാളൊക്കെ നിങ്ങളെ വിറളി പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് നരകമാണ്. നിഷേധികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ബുദ്ധി അല്ലെങ്കിൽ സ്വാഭാവിക യുക്തി ഒന്നും പ്രയോജനം ചെയ്യാത്ത നിഷേധികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. അതാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഷെറായിട്ടുള്ള ഒരു കാര്യം. അഫൗനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും, ഇതിനേക്കാൾ ഷെറ് ഉണ്ടാക്കണ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോ നിങ്ങളുടെ മുഖത്ത് വരെ നിഷേധഭാവം ഉണ്ടാക്കിയതും നിങ്ങളെ ഒരു പകയും ശത്രുതയും ഒക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളിൽ ഒരു ഇളക്കമുണ്ടാക്കിയതും ഈ ഖുർആൻ ആയാത്തുകളാണല്ലോ. അതാണ് നിങ്ങളെ കേൾപ്പിച്ചപ്പോൾ നിങ്ങളിങ്ങനെ കത്തിക്കാളാൻ തുടങ്ങിയിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾക്ക് ഈ തിളക്കലൊന്നും മതിയാവില്ല. ഇതിനേക്കാളൊക്കെ വളരെ വലിയ താപ നിലയിൽ നിങ്ങൾ തിളക്കേണ്ടി വരും. അതിനു പറ്റിയ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് അവരോട് പറയാനാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അതെന്താണ്? അന്നാർ, അത് നരകമാണ്. ഈ ആയാത്തുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലാണ്ട് വിരളിയെടുക്കുന്നുണ്ടല്ലേ? എന്നാൽ ഇതാ പിടിച്ചോളൂ, നിങ്ങൾ വിരളിയെടുക്കലൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അന്നാർ, അത് നരകമാണ്. വഅദഹല്ലാഹുല്ലദീന കഫറു, നിഷേധികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതാണ്. വബിഅ്സൽ മസീർ, അതാണ് ഏറ്റവും മോശമായ, ഏറ്റവും ദുഷിച്ച മസീർ, സങ്കേതം, പ്രയാണം ചെയ്ത് എത്തിച്ചേരാനുള്ള ഇടം, അതാണ് മസീർ. അപ്പോ നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഇടം ആ ഏറ്റവും ദുർഭഗമായ, ഏറ്റവും ഭാഗ്യദോഷം നിറഞ്ഞ ആ ഇടമാണ്, നരകമാണ്. അതാണ് നിഷേധികൾക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത് പോയി അനുഭവിച്ചോളൂ എന്ന് പറയാനാണ് വളരെ കടുത്ത താക്കീതിന്റെ സ്വരത്തില് അള്ളാഹു ഈ ആളുകളോട് ഈ വിധത്തിൽ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നത്. നമ്മളിന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിലെ 71, 72 ആയത്തുകളാണ്. ഈ സൂറത്തില് 6 ആയത്തുകൾ കൂടിയാണ് നമുക്കിനി പഠന വിധേയമാക്കാനുള്ളത്. അപ്പൊ ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചുകൂടി ഫലപ്രദമായ ചർച്ച ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോ ഈ സൂറത്ത് ഒന്ന് റിവൈസ് ചെയ്ത് അതില് നമുക്ക് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന വിഷയങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് ചർച്ചക്ക് പരിഗണിക്കാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.